കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല എന്ന്. പ്രിയ ദൈവമക്കളെ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുമെന്നുള്ള ഒരു ആലോചനയിലായിരുന്നിരിക്കും ശിഷ്യന്മാർ. അപ്പോൾ അവരോട് പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ ഒന്നും ഒഴിഞ്ഞു പോകുകയില്ല, പക്ഷേ ഈ കാണുന്ന ഭൂമിയും അല്ലെങ്കിൽ ഈ ആകാശവും ഒരു ദിവസം ഒഴിഞ്ഞു പോകും, അത് ഒന്നുമില്ലാതെയായി തീരുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് കാണുന്ന ഭൂമിയോ അല്ലെങ്കിൽ നാം ആർത്തിയോടെ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സമ്പാദ്യങ്ങളോ അല്ലെങ്കിൽ ആർത്തിയോടെ കെട്ടിവെച്ചിരിക്കുന്ന ഭവനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയോ നമ്മുടെ മിടുക്കുകളോ ഒന്നും ഈ ഭൂമിയിൽ കാണത്തില്ല. നമ്മൾ എന്ത് തന്നെ ചെയ്താലും അത് കർത്താവിൻ്റെ വരവിൽ എല്ലാം തീ കൊണ്ട് നശിപ്പിച്ചു പോകുകയുള്ളൂ. ഈ വാനം ഈ കാണുന്ന ആകാശവും ഈ കാണുന്ന ഭൂമിയും അന്ന് കാണത്തില്ല പ്രിയ ദൈവ പൈതലെ. അപ്പോൾ ദൈവം പറയണേ, എങ്ങനെ ഇതൊക്കെ ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനങ്ങൾക്ക് ഒരു ദിവസം ഒരു മാറ്റം ഉണ്ടാകുകയില്ലെന്ന്. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം കർത്താവിൻ്റെ വരവിലേക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാനായിട്ട് നാം ഒരുങ്ങണം. അല്ലെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവെ ഒന്നുകൂടെ പുതുപ്പിക്കുവാനും നമ്മുടെ പാവ സ്വഭാവങ്ങളെ വിട്ടുകളയുവാനും നാം ഏതിലൊക്കെ നിരപ്പ് പ്രാപിക്കണമോ അതിൽ നിരപ്പ് പ്രാപിക്കുവാനും കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ചു വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, അപ്പോൾ ദൈവമേ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഞങ്ങൾ കേട്ട ഈ വചനങ്ങൾക്ക് കർത്താവ് ഒരു മാറ്റമില്ല അങ്ങയുടെ വചനം പറയുമ്പോൾ, മാറ്റമില്ലാത്ത ഈ വചനത്തെ കർത്താവെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ, മാറ്റമില്ലാത്ത അങ്ങയുടെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് കർത്താവെ, അങ്ങയുടെ കൃപയിൽ വളരുവാനും അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാനും ഞങ്ങൾ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.